ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഈ 2-3 ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ റീഡിങ്സ് കാണില്ല കേട്ടോ. എനിക്ക് അധികം ഇടാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം എങ്ങനെയായിരിക്കും എന്ന് എനിക്കും അറിയില്ല. ബട്ട് എനിവേ ഞാൻ പറ്റുന്നത്ര ട്രൈ ചെയ്യാം. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഇല്ല. അറ്റ്ലീസ്റ്റ് ഇനി ഡിസംബർ ഒരു ലാസ്റ്റ് കഴിഞ്ഞിട്ടേ ഞാൻ ആലോചിക്കുള്ളൂ. ജനുവരി ആവട്ടെ എന്നിട്ട് ആലോചിക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പോൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, എനിവേ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ഗൈഡൻസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജനറൽ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യം. ഓക്കെ, അത് എന്താണെന്ന് നോക്കാം. ആൻഡ് അതിന് സൊല്യൂഷൻ യൂണിവേഴ്സ് എന്താ പറയുന്നത് എന്നും കൂടി നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയം ഇപ്പോൾ എന്താണ് എന്ന് നോക്കാം. അത് ഞാൻ ഒരു കാർഡല്ല എടുക്കുന്നത്, കൂടുതൽ എടുക്കും. സോ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ച് ആവും, ചിലത് വേറെ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കാം. സോ അങ്ങനെ എടുക്കാം. ബട്ട് ഇതിൻ്റെ ഗൈഡൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അത് കൂടുതലും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഇതിൽ തന്നെ കുറച്ച് ഗൈഡൻസ് കിട്ടും. ലെറ്റ്സ് സീ. നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ. ടെംപ്ടേഷൻ എന്ന് പറയുന്നുണ്ട്. സമ്മർ. ഓക്കെ, ഫേറ്റ്, ക്ലോസ്ഡ് ഓഫ്, fulfillment. Okay, truth, kisses. Okay, north node, fate and north node ഒന്നിച്ചു വന്നിരിക്കുന്നു. ഗ്രേറ്റ്. സെൽഫ് വർത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഫൈൻ. ഡൗട്ട്സ്. ഓക്കെ, മെയിനായിട്ട് എനിക്ക് കാണുന്നത് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ഡൗട്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ല, അല്ലെങ്കിൽ ചുറ്റും ഉള്ളവരെ വിശ്വാസമില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് പോവുക. ഡൗട്ട്സ് കയറി വരാം. ഞാൻ ചെയ്താൽ ശരിയാവോ ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ, ഡൗട്ട്സ്, കാര്യങ്ങൾ. ഓക്കെ, നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഹോപ്പ് ഇല്ലാത്ത തരത്തിൽ, അതായത് ഒരു പ്രതീക്ഷയെ ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എൻ്റെ നിങ്ങൾ യുനോ എന്താണ് എൻ്റെ ലൈഫിൽ എന്ന രീതിക്കൊരു ചിന്തയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ടെംപ്ടേഷൻ ഉണ്ട്. ടെംപ്ടേഷൻ ഇതിവിടെ കാണിക്കുന്നത് സെൽഫ് ഡിസെപ്ഷൻ ആണ്. ഡിസെപ്ഷൻ മേക്ക് വൈസ് ചോയ്സസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒന്ന് ആക്ച്വലി ട്രൂത്തും കൂടി വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ പണം ഉണ്ടാക്കാനൊരു വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ആരെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ അത് ട്രൈ ചെയ്താലോ. നിങ്ങൾക്ക് തോന്നുന്ന എളുപ്പത്തിൽ കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടും. അതിപ്പോൾ കരിയർ, ജോലി, പണം ഉണ്ടാക്കൽ മാത്രമല്ല, എന്ത് കാര്യത്തിലായാലും. ഓക്കെ, എന്തെങ്കിലും എളുപ്പ വഴികൾ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും പറയും ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഓക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം കൂടി ഞാൻ പറയാം. ചിലവർ ഈ പൂജയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യുനോ എന്താ പറയുക ശരിയാക്കി തരാം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് ആലോചിച്ച് സൂക്ഷിച്ച് മാത്രം വിശ്വസിക്കുക. ഓക്കെ, കാരണം ഇവിടെ ട്രൂത്ത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ സത്യം മനസ്സിലാക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ടെംപ്ടേഷനാണ്, അതായത് നിങ്ങൾക്കൊരു നമ്മൾ പറയില്ലേ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലൊക്കെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കുറച്ച് പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേറെ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പറയാം. സോ ആ രീതിക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ടെംപ്ടേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് എന്ന രീതിക്കാണ്. അല്ലെങ്കിൽ തന്നെ ഓക്കെ നിങ്ങൾ മേ ബി നിങ്ങളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ യുനോ ഒരു വളഞ്ഞ വഴികൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന പോലെ ഒരു ടെംപ്ടേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലയ്ക്ക് നല്ലതല്ല എന്നറിയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ എന്തും ആവാം. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. നിങ്ങളുടെ എന്തെങ്കിലും ശീലങ്ങളായിരിക്കാം, സ്വഭാവങ്ങളായിരിക്കാം, ചിലപ്പോൾ നല്ലതല്ല എന്ന്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ഡ്രിങ്കിങ് അല്ലെങ്കിൽ സ്മോക്കിംഗ്, ലേഡീസ് ആവണമെന്നില്ല. ഓക്കെ, ഫോട്ടോ കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട. ലേഡീസ് അല്ലെങ്കിൽ ജെൻസ് ആയാലും ലേഡീസ് ആയാലും ആരായാലും നിങ്ങൾക്ക് ഡ്രിങ്കിങ് അല്ലെങ്കിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് ടെംപ്ടേഷൻ തോന്നുക, അതായത് എനിക്ക് നമുക്ക് നല്ലതല്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ വലിക്കുന്നുണ്ട്, അത്ര തന്നെ. ഓക്കെ, സോ മെയിൻ കാര്യം അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് ഈ ടെംപ്ടേഷൻ നിങ്ങൾക്ക് തോന്നുന്നത് ഈ സെൽഫ് ഡൗട്ടും ഇതുകൊണ്ടുമാണ്. ഓക്കെ, നിങ്ങൾക്ക്
ഒരു നെഗറ്റീവിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നെഗറ്റീവ് വശത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു പ്രതീക്ഷയോ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ പറയില്ലേ മനസ്സിനെ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം. ഓക്കെ, ബട്ട് അത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ ഒരു കാര്യമാണ്. സോ വളരെ ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ട്രൂത്ത് എക്സ്പ്രഷൻ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാവും എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഏതെങ്കിലും സത്യങ്ങൾ, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ വ്യക്തമായ ഒരു സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടാവും. ലൈക്ക് അതിപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, ജോലിയെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ കരിയറിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെംപ്ടേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് അറിയണം എന്ന ആഗ്രഹം ഉണ്ടാവാം. ഓക്കെ, ഇവിടെ ഐ തിങ്ക് സമ്മർ കാണുന്നുണ്ട്. സമ്മർ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മറിൽ തുടങ്ങിയ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. സമ്മർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ മാർച്ച് ഏപ്രിൽ ആ സമയത്ത് തുടങ്ങിയ എന്തെങ്കിലും കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ അടുത്ത സമ്മറിൻ്റെ ഉള്ളിൽ ഓക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മേ ബി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്നായിരിക്കാം. ഓക്കെ, അടുത്ത മാർച്ച് ഏപ്രിലിൻ്റെ ഉള്ളിൽ. സോ സമ്മർ ടൈമിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രസ് കാണും. ഓക്കെ, സിറ്റുവേഷനിൽ ഒരു മാറ്റം കാണും എന്ന രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ സമ്മർ തൊട്ട് നമ്മളിപ്പോൾ മനസ്സിനെ അലട്ടുന്ന കാര്യം എന്ന് പറയുന്നത്, സോ മേ ബി കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിൽ തൊട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, ചില സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. ആ സത്യങ്ങൾ അറിഞ്ഞായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ ഒരുപാട് വേദനിപ്പിക്കുന്നത്. അത് ആ മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞത്. ഓക്കെ, ഇതിവിടെ കിസസ് കാണുന്നുണ്ട്. ഓക്കെ, കിസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് സ്നേഹത്തിനെ കുറിച്ചാണ്, ബന്ധങ്ങളെക്കുറിച്ചാണ്. സോ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം ഈ സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ കൺസേൺ ഉള്ളത്. ഒരു സിറ്റുവേഷനെ കുറിച്ച് അതായത് റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, ഒരു പേഴ്സണിനെ കുറിച്ചായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ വ്യക്തിയെ കുറിച്ചായിരിക്കാം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനോ ഡൗട്ടോ ഒക്കെ കയറി വരുന്നത്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരും എന്നൊക്കെ എടുക്കാം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് സ്നേഹം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് പറയാം. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് അത് റിലേഷൻഷിപ്പിനെ കുറിച്ചായിപ്പോൾ. സോ മേ ബി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഇത് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഇവിടെ ഡെസ്റ്റിനി ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് നോട്ട് രണ്ടും ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ്. ആൻഡ് ഇതും നമുക്കൊരുവിധം ശരിക്കും രണ്ടും ഒരേ കാർഡാണ്, കർമ്മ ഫെയ്റ്റ് എന്നൊക്കെയുള്ള രീതിയിലാണ്. സോ രണ്ടും പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഒരു കാർമിക് സൈക്കിൾ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമിക് സിറ്റുവേഷൻ, അതായത് കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ, എന്ത് കാര്യമായാലും, ജോലിയിൽ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഫാമിലിയിൽ ഇഷ്യൂസ്, കുട്ടികളുമായിട്ട് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പ്രശ്നങ്ങൾ, അങ്ങനെ, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഇഷ്യൂസ് എന്ത് തന്നെ ആയാലും ഓക്കെ, അതിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഓക്കെ, അത് നിങ്ങളെ ശരിക്കും എന്തോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എന്തോ പാസ്റ്റ് ലൈഫ് തൊട്ട് എന്തെങ്കിലും പാസ്റ്റിൽ ചെയ്ത കർമ്മയുടെ ഇതായിരിക്കാം. അല്ലെങ്കിൽ ചില കർമ്മ നമ്മുടെ ലൈഫിൽ നിന്ന് ക്ലിയർ ആയി പോകാനുള്ള ഒരു അവസരമായിരിക്കാം. ഓക്കെ, സോ എവിടെയോ നിങ്ങൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒരു വിധിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി കളയരുത് കേട്ടോ. എനിക്ക് അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ പേടി നിങ്ങളോട്. വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ അനുഭവിച്ചേ പറ്റൂ, എനിക്ക് ഇങ്ങനെ ആയിപ്പോയില്ലേ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ സങ്കടത്തോടെ പറയരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് ശരിക്കും ഒരു അവസരം തരുകയാണ്. ആ കർമ്മയിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു അവസരമാണ് തരുന്നത്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്തോ പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ആ പഠിച്ചു വരുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ സോൾ ഡെവലപ്പ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കർമ്മ തീർന്നു വരിക. ആ കർമ്മ തീർന്നു വരുമ്പോഴാണ് നമ്മളെ സോളിനൊരു മോക്ഷം എന്ന രീതിക്ക് നമുക്ക് കിട്ടുക. സോ ഒരിക്കലും നിങ്ങളത് മോശമായിട്ട് കാണരുത്. ഓക്കെ, അങ്ങ് ഒരിക്കലും അതിനെ പഴിക്കരുത്. എനിക്ക് ലൈഫിൽ ഇത്ര മോശം സമയം തന്നല്ലോ ഭഗവാനെ എന്ന് ഒരിക്കലും പഴിക്കരുത്. ഓക്കെ, എന്ന് പറയുമ്പോൾ എനിക്കെന്തോ വിഷമം ഫീൽ ചെയ്യുന്നു, എന്താണോ. ഓക്കെ, എനിവേ ആ സമയങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പെടും, വല്ലാതെ നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തും, ഭഗവാനെ അടക്കം നമ്മൾ ഇതാക്കും. ശരിയാണ്, പക്ഷെ ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ പർപ്പസാണ്. ഓക്കെ, ലൈഫ് പർപ്പസിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, ലൈഫ് പർപ്പസാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിങ്ങളൊരു എവല്യൂഷൻ, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എവിടെയോ നിങ്ങളുടെ ആ ചേഞ്ച് ഫോർ ദ ബെറ്റർ ആണ്. ഓക്കെ, അല്ലാതെ മോശത്തിലേക്കല്ല നിങ്ങൾ പോകുന്നത്, നിങ്ങൾ നല്ലതാണ് ആയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്, നല്ലതാണ് വരുന്നത്. ഓക്കെ, കാർമിക് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ തന്നെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ അവനവനെ നിങ്ങൾ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കും, നിങ്ങളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യു വിൽ ബിക്കം എ വെരി ഗുഡ് പേഴ്സൺ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ആൻഡ് നിങ്ങളുടെ ആ ഒരു മാറ്റം ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവർക്ക്, നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് വരെ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഒരിക്കലും അപ്പോൾ ഈ കർമ്മ സൈക്കിൾസ് എൻഡ് ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈവൻ പൂർവികരുടെ ആയാലും നമ്മുടെ വരാൻ പോകുന്ന ജനറേഷൻ്റെ
എല്ലാവരുടെയും നമ്മൾ കർമ്മ ക്ലെൻസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡിവൈൻ ഒരു ഇതിലേക്ക് എത്തിക്കുകയാണ്, നമ്മൾ എന്ന് പറയുക സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിക്കുകയാണ്. എനിവേ ഞാൻ കൂടുതൽ തിങ്ക് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഓക്കെ, സോ എനിവേ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, ഫെയ്റ്റ് ആണ്. യെസ്, നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നിങ്ങൾക്ക് വിധിച്ചതാണ്. പക്ഷെ അത് നിങ്ങളെ ആക്ച്വലി മാറ്റിയെടുക്കാനും നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കാനുമാണ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് ക്ലോസ്ഡ് ഓഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ആരോടും അധികം ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചിരിച്ച് നടക്കുന്നുണ്ടാവും. ആരോടും നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ നിങ്ങൾ അധികം ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് തിരിച്ചറിയുന്നില്ല, അതാണ് കാര്യം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പറയുന്നത് എനിക്കാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നല്ലത് വരാത്തത്. ഞാൻ ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഞാനും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളൊക്കെ ഇത് ഗോ ത്രൂ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. സോ ഇറ്റ്സ് ഓക്കെ, പറയും നമ്മളതൊക്കെ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ എനിക്കാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവനവൻ്റെ വർത്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, അവനവൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ് ഈ കാർമിക് സൈക്കിൾസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ശരിക്കും നമ്മളുടെ വാല്യൂ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. ഓക്കെ, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ലോ വൈബ്രേഷനിലുണ്ടെങ്കിൽ നിങ്ങളൊരു ഹയർ വൈബ്രേഷനിലേക്ക് വരാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ അങ്ങനെ മാറി വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് ആൻഡ് സ്റ്റെബിലിറ്റിയാണ് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് നിങ്ങളെ സെൽഫ് വർത്ത് പഠിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ആരുടെ മുമ്പിലാണ് നിങ്ങളെ തന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാത്ത, മറ്റുള്ളവരെ വാല്യൂ നിങ്ങളുടെ കാണുന്നുണ്ടോ എന്ന് വിട്ടേക്കൂ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ, അത് തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, അപ്പോഴേ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഈ വിഷമിച്ച് ഇതാക്കിയിരുന്ന എൻ്റെ വിധിയാണിത്, ഞാൻ അനുഭവിച്ചത്, അങ്ങനെ നിരാശയിലേക്കും പോകരുത്. ഓക്കെ, പഴി പറയാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ലൈഫിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് നിങ്ങൾ എത്തും. ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. വിഷ് ഫുൾഫിൽമെൻറ്റ്, സക്സസ്, അച്ചീവ്മെൻറ്റ്സ്, ഹാപ്പി ഔട്ട്കം. ഓക്കെ, ആൻഡ് ഇതിൽ പറയുന്ന ട്രൈങ് ടു ബാലൻസ്, ജഗ്ലിംഗ്, അൺസർട്ടനിറ്റി, സ്ട്രെസ്ഫുൾ ചോയ്സസ്, കെയോസ്. നിങ്ങൾ സ്ട്രെസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് എല്ലാം കൂടി ഞാൻ ഹാൻഡിൽ ചെയ്യുക, ഇതെങ്ങനെയാണ് എന്താ പറയുക, ഒരു ഭാഗത്ത് ചിലപ്പോൾ ജോലിയുടെ ടെൻഷൻ ഉണ്ടാവും, ഒരു ഭാഗത്ത് വീട്ടിലെ ഫാമിലിയുടെ ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളുടെ ടെൻഷൻ ഉണ്ടാവും, ഒരാൾക്ക് അസുഖം ഉണ്ടാവും, വേറെ ആൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ജോലിയിൽ അവിടെ നിന്ന് വിളിക്കുന്നു, മാനേജറെ ഇവിടെ നിന്ന് വിളിക്കുന്നു, വേറെ എന്തെങ്കിലും ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എങ്ങനെയാണ് അതൊക്കെ കൂടി ഹാൻഡിൽ ചെയ്യുക എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ ആദ്യം വേണ്ടത് ശാന്തമാവുക. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലോ എന്ന് പറയുമ്പോൾ എല്ലാം സംഭവിക്കുന്നതിന് നമ്മൾ ഡീൽ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അതിനെ ഓർത്ത് സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, യെസ്, ഇത് ഓക്കെ അങ്ങനെ വന്നൂല്ലേ, ശരി, ഓക്കെ എന്ന് പറയാം. നമ്മൾ എന്താ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നാലോചിക്കുക. ഓക്കെ, അത് ചെയ്യാൻ തുടങ്ങാം. ശാന്തമാവാൻ ശ്രമിക്കുക, മാക്സിമം ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും വരുമ്പോഴേക്കും അയ്യോ ഇങ്ങനെ ആയോ അങ്ങനെ ആയോ എന്ന് പറഞ്ഞ ആ സ്ട്രെസ് അടിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശരി, ഓക്കെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, ഓക്കെ ആലോചിക്കാം. ആ രീതിക്ക് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കൂ. ഐ ഹോപ്പ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോൾ ഐ തിങ്ക് ഒരു ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സമയമാണ്. നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് യൂണിവേഴ്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരിക്കലും അവനെ ഡൗട്ട് ചെയ്യരുത് നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. സ്റ്റേ ഓപ്പൺ ഫോർ ബ്ലെസ്സിങ്സ്. പ്രാക്ടീസ് മെഡിറ്റേഷൻ, ശാന്തമാവുക, അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ. മെഡിറ്റേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ബ്രീതിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യൂ. ഓക്കെ, ഡിസ്കവർ യുവർ കോളിംഗ്. ഗുഡ്. ട്യൂൺ ഇൻ ടു യുവർ സോൾ ആൻഡ് ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി, സറണ്ടർ. പേടികളെ മാറ്റിവിടാനാണ് പറയുന്നത്. ഓക്കെ, പേടികൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പല പേടികളും. ലവ് യുവർ സെൽഫ് ലവ്. ഓക്കെ, നിങ്ങളുടെ പേടികൾ നിങ്ങൾ വിട്ടുകളയാം. ഓക്കെ, അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും പറ്റിയാലോ, എനിക്ക് ഇങ്ങനെ ആയാലോ അങ്ങനെ ആയാലോ, ഞാൻ ചെയ്തിട്ട് ജയിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് ശരിയായി ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഞാൻ ആരുടെ മുമ്പിൽ എങ്ങനെ നോക്കും, ഇതൊക്കെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, കിട്ടണതും കിട്ടാതിരിക്കണതും ഒക്കെ ബാക്കി വിധിയാണ്, അവിടെയാണ് വിധി വരുന്നത്. ഓക്കെ, ബട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നിങ്ങൾ ശ്രമിക്കാൻ തന്നെ മടിച്ചാൽ പിന്നെ എന്താ കാര്യമുള്ളത്, അല്ലേ? സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേടികൾ മാറ്റിവെക്കുക ആൻഡ് ശ്രമിക്കുക.
ഓക്കെ, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഇവിടെ സറണ്ടർ അതാ പറഞ്ഞു, ഞാൻ നേരത്തെ ഫ്ലോ എന്ന് പറഞ്ഞു ഞാൻ, അല്ലേ, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഓക്കെ, എന്താണ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഓക്കെ, ആൻഡ് പാസ്റ്റിനെ കുറിച്ചും ചിന്തിക്കരുത്. നിങ്ങൾ ഇപ്പോഴത്തെ മൊമെന്റിൽ, ഓക്കെ, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ, നിങ്ങൾ 2-3 കാര്യങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കപ്പോൾ എന്താ വേണ്ടത്? പ്രസൻസ് ഓഫ് മൈൻഡാണ് വേണ്ടത്. എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്നാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അയ്യോ അയ്യോ എന്നൊക്കെ ഒരു മിനിറ്റിന് 2 മിനിറ്റിന് നമ്മൾ 5 മിനിറ്റിന് നമ്മൾ ടെൻഷനായി പോകും, ഇല്ല എന്നല്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ശരി, ഇനി ഞാനൊന്ന് ചിന്തിക്കട്ടെ, എന്താണ് ഇതിൽ ഞാൻ ചെയ്യേണ്ടത്. ആ രീതിക്ക് നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്ക് ശാന്തമാവാൻ പറ്റുന്നു, അത്രയും നിങ്ങൾക്ക് കാര്യങ്ങളെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ക്രിയേറ്റിവിറ്റി പറയുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഒന്നാമത് ആർട്ടിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മൈൻഡ് ക്രിയേറ്റീവ് ആവാം. മൈൻഡ് ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, തലച്ചോറോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഐഡിയാസ് ആലോചിക്കാം. ഞാൻ ഇങ്ങനെ പോയിട്ട് എത്തിയില്ല തടസ്സം വന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്റ്റക്കായിട്ട് അയ്യോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ തടസ്സം വന്നല്ലോ, എനിക്ക് പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആലോചിക്കേണ്ടത് ഓക്കെ, ഇതിയെ പോയിട്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല, ശരി, ഞാൻ തിരിഞ്ഞ് കുറച്ച് വൈകിയാലും വിരോധമില്ല, കുറച്ച് തിരിഞ്ഞ് നടക്കട്ടെ, എന്നിട്ട് അടുത്ത വഴി കൂടി പോവാം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും, ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം നമ്മൾ. ഓക്കെ, നമ്മളെ സ്ട്രെസ്സിന് പകരം അതിനെ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. എന്താ പറയുക, എന്താ പ്രോബ്ലം എന്നല്ല ചിന്തിക്കേണ്ടത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ അത് നമ്മൾ എളുപ്പത്തിൽ വരുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ മേലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നമ്മൾ പഠിക്കണം. അതൊരു ശരിക്കും ഒരു പഠിക്കൽ തന്നെയാണ്. അതാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്, നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് സ്റ്റേ ഓപ്പൺ ടു റിസീവ് ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾ എന്തും വരുന്നത് സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നാ പറയുന്നത്. പ്രശ്നങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ പറയും ഓക്കെ ശരി, വരട്ടെ, വന്നോട്ടെ, ഞാൻ നോക്കാം എന്ന് പറയാം. ഓക്കെ, പ്രശ്നങ്ങൾ വരാത്ത ലൈഫ് ആർക്കും ഉണ്ടാവില്ല, ഒരാൾക്കും ഉണ്ടാവില്ല. സോ നമ്മൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കേണ്ട ദൈവത്തിനോട്, എനിക്കിത് മറികടക്കാൻ എനിക്ക് വഴി കാണിച്ചു തരൂ, എൻ്റെ കൂടെ നിൽക്കൂ. അതാണ് വേണ്ടത്. ആൻഡ് എൻ്റെ ഇന്നർ സ്ട്രെങ്ത് എന്താണ് എന്ന് എന്നെ കാണിച്ചു തരൂ. ആൻഡ് എനിക്കതിനെ യൂസ് ചെയ്യാൻ പറ്റണം, അല്ലേ? നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതാണ് മെയിൻ കാര്യം. നമ്മുടെ ഉള്ളിൽ പലതും ഉണ്ടാവും, നമുക്ക് കഴിവുകൾ പലതും ഉണ്ടാവും, പക്ഷെ അതൊക്കെ ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട്, നിങ്ങളൊരു കാമായിട്ടിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങൾ വളരെ ശാന്തമായിട്ട് നിങ്ങൾ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോഴേ നമ്മൾ എൻ്റെ കയ്യിൽ ഓക്കെ എനിക്ക് ഈ വഴിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഈ കാര്യമുണ്ട്, എനിക്ക് അതെടുത്ത് ഉപയോഗിക്കാം എന്നപ്പോഴേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഓക്കെ, സോ പ്രാക്ടീസ് മെഡിറ്റേഷൻ. ഓക്കെ, ആൻഡ് ഇവിടെ ഡിസ്കവർ യുവർ കോളിംഗ്. ഓക്കെ, സി നിങ്ങളുടെ സോൾ പർപ്പസ്. ഞാൻ ഇവിടെ നേരത്തെ ഐ തിങ്ക് നമ്മുടെ ഇവിടെ എന്തോ വന്നിരുന്നു, നോർത്തിനോട് നിങ്ങളുടെ പർപ്പസ്, ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ഡെസ്റ്റിനി, ഫെയ്റ്റ്. ഓക്കെ, നിങ്ങളുടെ സോൾ കോളിംഗ് എന്താണ്? നിങ്ങളുടെ സോൾ എന്താ പറയുന്നത്? സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സോൾ ഗ്രോത്തിന് എന്താണ് വേണ്ടത്? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് ചിലവർക്ക് ഇവിടെ, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു, ആക്ച്വലി ഇതും കണ്ടു നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്, ഇതും നോർത്തിനോടായിരുന്നു. ഓക്കെ, അതായത് നോർത്തിനോട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്ന രീതിക്ക് എടുക്കും നമ്മൾ. നിങ്ങൾ ഈ ലോകത്ത് വന്നത് എന്തിനാണ് എന്ന് അത് തിരിച്ചറിയാൻ തുടങ്ങുക. നിങ്ങൾ ശ്രമിക്കുക തിരിച്ചറിയാൻ. മീൻസ് ഇത് നമുക്കിപ്പോൾ വലിയ വലിയ പർപ്പസ് ഒന്നും അല്ലെങ്കിലും ലൈഫിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ മനസ്സെന്താണ് ആഗ്രഹിക്കുന്നത്, സോൾ എന്താണ് നിങ്ങളോട്. ഇവിടെയും ഉണ്ടായിരുന്നു ട്യൂൺ ഇൻ ടു യുവർ സോൾ എന്നും ഉണ്ടായിരുന്നു. നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, മറ്റുള്ളവർ പലതും പറയും, മറ്റുള്ളവർ ഓരോന്ന്, അവരെയൊക്കെ ഒപ്പീനിയൻ, എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങളുടെ മനസ്സെന്താണ് ആഗ്രഹിക്കുന്നത്? കാരണം നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധാനമോ സാറ്റിസ്ഫാക്ഷനോ കിട്ടില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ എപ്പോഴും നിങ്ങൾക്കൊരു മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കും, വിഷമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ആലോചിക്കുക, ലൈഫിനെ ബെറ്റർ ആക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ആലോചിക്കുക. ക്രിയേറ്റീവായിട്ടുള്ള കഴിവുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതൊക്കെ എടുത്ത് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ടാലൻസിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. എനിക്കിപ്പോൾ ജോലി ചെയ്യണു, അതിൻ്റെ ഇടയിൽ എനിക്ക് സമയമില്ല എന്ന് പറയരുത്. കുറച്ച് സമയം കണ്ടെത്തുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് ജോലി, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ സപ്പോസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന് ചിലവർക്ക് ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ, പക്ഷേ എനിക്ക് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു താല്പര്യം, എനിക്ക് പാടാനായിരുന്നു താല്പര്യം, അല്ലെങ്കിൽ എനിക്കൊരു വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനെ സൈഡിലെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചെങ്കിലും സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തുക. അവനവൻ്റെ ഒരു ഇഷ്ടത്തിനും കൂടി നിങ്ങൾ ഒരു അല്പം സമയം കണ്ടെത്തുക. എന്ന് വെച്ച് ഫുള്ളി വെള്ളം വിടാനല്ല ഞാൻ പറയുന്നത്. രണ്ടിനും ഒരല്പം നിങ്ങൾ അതിനു വേണ്ടി കൂടി ഒരല്പം സമയം എടുക്കുക. ബിക്കോസ് അപ്പോഴേ നിങ്ങളുടെ സോളിൽ ഒരു സന്തോഷം തോന്നും.
ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താ ഒരു കയ്പ് അല്ലേ, കയ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു കാര്യമില്ലാതെ. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറച്ചൊക്കെ. ലൈഫിന് നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ധൈര്യവും എല്ലാം യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, വിഷമങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.